ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ UK മാൽദീവ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. വർഷകാല സമ്മേളനത്തിന്റെ 3-ാം ദിവസവും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. സഭാ നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന് അന്തിമോപചാരം അർപ്പിച്ച് ജനലക്ഷങ്ങൾ. മൃതദേഹം പുന്നപ്രയിലെ വസതിയിലെത്തിച്ചു. ഇന്ത്യയുടെ പ്രക്ഷേപണ യാത്രയുടെ ദീർഘചരിത്രം ഓർമ്മപ്പെടുത്തി ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. പാകിസ്ഥാൻ വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമാതിർത്തിയിൽ പ്രവേശിക്കുന്നതിനുള്ള വിലക്ക് അടുത്ത മാസം 23 വരെ നീട്ടി കേന്ദ്ര സർക്കാർ. ഇന്ത്യ-ഇംഗ്ലണ്ട് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ 4-ാം മത്സരം ഇന്ന് മാഞ്ചസ്റ്ററിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ UK മാൽദീവ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. സന്ദർശനത്തിന്റെ ആദ്യ പാദത്തിൽ UKയിലെത്തുന്ന ശ്രീ മോദി UK പ്രധാനമന്ത്രി കെയർ സ്റ്റാമറുമായും ബ്രിട്ടീഷ് രാജാവ് ചാൾസ് മൂന്നാമനുമായും കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ-UK ഉഭയകക്ഷി ബന്ധം സംബന്ധിച്ച നിർണായക ചർച്ചകളും സന്ദർശനത്തിന്റെ ഭാഗമായി നടക്കും. ഇരു രാജ്യങ്ങളിലെയും വ്യാപാര സമൂഹവുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. 2 ദിവസത്തെ UK പര്യടനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി മറ്റന്നാൾ മാൽദീവ്സിലെത്തും. മാൽദീവ്സ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസുവിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. 26-ന് നടക്കുന്ന മാൽദീവ്സ് 60-ാം സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികളിൽ പ്രധാനമന്ത്രി വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. അയൽ രാജ്യങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകുന്ന ഇന്ത്യയുടെ നയങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ മാൽദീവ് സന്ദർശനം കരുത്തുപകരും. വർഷകാല സമ്മേളനത്തിന്റെ 3-ാം ദിനമായ ഇന്നും പാർലമെന്റിന്റെ ഇരുസഭകളും പ്രക്ഷുബ്ധം. വിവിധ വിഷയങ്ങളിൽ പ്രതിപക്ഷ പ്രതിഷേധം രൂക്ഷമായതോടെ ഇരുസഭകളും ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. രാവിലെ 11 മണിക്ക് ലോക്സഭാ സമ്മേളനം ആരംഭിച്ചപ്പോൾ തന്നെ ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണവും മറ്റു വിഷയങ്ങളും ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷാംഗങ്ങൾ മുദ്രാവാക്യം വിളിച്ചു. പ്രതിഷേധം ശക്തമായതോടെ സഭയുടെ അന്തസ്സ് കാത്തുസൂക്ഷിക്കണമെന്നും ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കാനാണ് പ്രതിനിധികളെ പാർലമെന്റിലേക്ക് അയച്ചതെന്ന് ഓർക്കണമെന്നും ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറഞ്ഞു. आपसे आग्रह रहता है संसद और संसद परिसर के अंदर अपना व्यवहार, अपना आचरण, अपनी कार्य पद्धति मर्यादित होना चाहिए. देश की जनता ने आपको उनकी आवाज, उनकी अपेक्षाएं, उनकी कठिनाई, उनकी चुनौतियां, देश के मुद्दों और नीतियों पे चर्चा करने के लिए भेजा है. ബഹളത്തിനിടെ ബീഹാറിലെ റെയിൽവേ പദ്ധതികളുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് മറുപടി നൽകി. രാജ്യസഭയിലും സമാനമായ സാഹചര്യമാണുണ്ടായത്. പ്രതിപക്ഷാംഗങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ ശൂന്യവേള അനുവദിക്കാമെന്ന് ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവംശ് അറിയിച്ചെങ്കിലും പ്രതിപക്ഷം പ്രതിഷേധം തുടർന്നതിനാൽ സഭ നിർത്തിവയ്ക്കുകയായിരുന്നു. അന്തരിച്ച മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവുമായ VS അച്യുതാനന്ദന് വിട നൽകാൻ കേരളം. VSന്റെ സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ ഇന്ന് വൈകുന്നേരം നടക്കും. VSന്റെ വസതിയായ പുന്നപ്ര വേലിക്കകത്ത് വീട്ടിൽ അല്പസമയം മുൻപ് എത്തിച്ച മൃതദേഹത്തിൽ അന്ത്യാദരം അർപ്പിക്കാനായി ജനസാഗരമാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. പ്രിയ നേതാവിനെ ഒരു നോക്ക് കാണാൻ എല്ലാവർക്കും അവസരം ഒരുക്കേണ്ടതിനാൽ സംസ്കാര ക്രമീകരണങ്ങളിൽ ചെറിയ രീതിയിലുള്ള സമയമാറ്റം ഉണ്ടായേക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ. VS അച്യുതാനന്ദനെ അവസാനമായി കാണാൻ പതിനായിരങ്ങളാണ് ആലപ്പുഴയിൽ എത്തിയിട്ടുള്ളത്. കോരിച്ചൊരിയുന്ന മഴയത്തും അവർ കണ്ണേ കരളെ VS എന്ന മുദ്രാവാക്യം മുഴക്കി കാത്തുനിൽക്കുന്നു. VSന്റെ പറവൂരിലെ വേലിക്കത്ത് വീടിന്റെ പരിസരത്തേക്ക് പോലും അടുക്കാൻ പറ്റാത്ത വിധം തിരക്കാണ്. CPM ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിലെ പൊതുദർശനം അരമണിക്കൂറായി ചുരുക്കി. ആലപ്പുഴയിൽ എത്തിയവർക്കെല്ലാം VSനെ കാണാൻ അവസരമൊരുക്കുമെന്ന് CPM പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനാൽ സംസ്കാര ചടങ്ങ് രാത്രിയിലേ നടക്കൂ എന്ന് കരുതാം. പാകിസ്ഥാൻ വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമാതിർത്തിയിൽ പ്രവേശിക്കുന്നതിനുള്ള വിലക്ക് അടുത്ത മാസം 23 വരെ നീട്ടിയതായി കേന്ദ്ര വ്യോമയാന സഹമന്ത്രി മുരളീധർ മൊഹോൾ. നിലവിലെ സുരക്ഷാ മാനദണ്ഡങ്ങൾക്കനുസൃതമായാണ് തീരുമാനം. ഇന്ത്യൻ വിമാനങ്ങൾ വ്യോമാതിർത്തിയിൽ പ്രവേശിക്കുന്നതിനുള്ള വിലക്ക് പാകിസ്ഥാൻ അടുത്ത മാസം 24 വരെ നീട്ടിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 27, 28 തീയതികളിൽ തമിഴ്നാട് സന്ദർശിക്കും. രാജേന്ദ്ര ചോളൻ ഒന്നാമന്റെ ഗംഗ ആക്രമണം 1000 വർഷങ്ങൾ പൂർത്തിയാകുന്നതിന്റെ ആഘോഷ പരിപാടിയിൽ ശ്രീ മോദി 27-ന് പങ്കെടുക്കും. അരിയല്ലൂർ ജില്ലയിലെ ഗംഗൈകൊണ്ട ചോളപുരത്താണ് പരിപാടി. തമിഴ്നാട് സർക്കാർ രാജേന്ദ്ര ചോളൻ ഒന്നാമന്റെ ജന്മവാർഷിക ദിനവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കുന്ന പരിപാടി ഇന്നു മുതൽ ബൃഹദീശ്വര ക്ഷേത്രത്തിൽ നടക്കും. തൂത്തുക്കുടിയിൽ നവീകരണം പൂർത്തിയാക്കിയ വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനം 28-ന് പ്രധാനമന്ത്രി നിർവഹിക്കും. 1992-ൽ നിർമ്മിച്ച വിമാനത്താവളം 381 കോടി രൂപ ചെലവിലാണ് നവീകരിച്ചത്.
കഴിഞ്ഞ 11 വർഷത്തിനിടെ ബീഹാറിലെ റെയിൽവേ പദ്ധതികൾക്കുള്ള ബജറ്റ് വിഹിതം 9 മടങ്ങ് വർദ്ധിപ്പിച്ചതായി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ബീഹാറിൽ റെയിൽവേക്കുള്ള വാർഷിക ബജറ്റ് 10,000 കോടി രൂപയായി വർദ്ധിപ്പിച്ചെന്നും അദ്ദേഹം ലോക്സഭയിൽ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. ഇന്ത്യയുടെ റേഡിയോ പ്രക്ഷേപണ യാത്രയിൽ സുപ്രധാന അധ്യായം കുറിച്ച് 1927 ജൂലൈ 23-ന് ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി സ്ഥാപിതമായതിന്റെ സ്മരണയിലാണ് ഈ ദിനം ദേശീയ പ്രക്ഷേപണ ദിനമായി ആചരിക്കുന്നത്. 1923 ജൂണിൽ റേഡിയോ ക്ലബ് ഓഫ് ബോംബെയുടെ പ്രക്ഷേപണത്തോടെയാണ് ഇന്ത്യയുടെ പ്രക്ഷേപണ യാത്ര ആരംഭിക്കുന്നത്. 1930-ൽ ബ്രിട്ടീഷ് സർക്കാർ റേഡിയോ പ്രക്ഷേപണം ഏറ്റെടുത്ത് ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ആരംഭിച്ചു. 1936 ജൂൺ 8-നാണ് ഇത് ഓൾ ഇന്ത്യ റേഡിയോ ആയി മാറുന്നത്. ആകാശവാണി എന്ന പേര് സ്വീകരിക്കുന്നത് 1956-ലാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഗ്രാമീണ സാക്ഷരത, ആരോഗ്യ അവബോധം, കാർഷിക പരിജ്ഞാനം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിൽ റേഡിയോ സുപ്രധാന പങ്കുവഹിച്ചു. നവമാധ്യമങ്ങളുടെ ഈ കാലഘട്ടത്തിലും പൊതുസേവന പ്രക്ഷേപണത്തിന്റെ തത്വങ്ങൾ ഉൾക്കൊണ്ട് ആകാശവാണി ശ്രോതാക്കൾക്കൊപ്പം യാത്ര തുടരുന്നു. കഴിഞ്ഞ 9 ദശാബ്ദങ്ങളായി ശ്രോതാക്കൾക്ക് വിനോദവും വിജ്ഞാനവും ഒരുപോലെ നൽകാൻ ആകാശവാണിക്കായതായി പ്രസാർ ഭാരതി CEO ഗൌരവ് ദ്വിവേദി പറഞ്ഞു. Since 1936, All India Radio, as it was known then, or Akashvani, has been preserving and propagating India's rich culture and traditions. And not just that, it has been connecting people at large with the journey of scientific progress across the country. If you look at the programming mix of our stations across India, you will be amazed to realize that there is hardly any aspect of routine life that is left untouched. ധീരദേശാഭിമാനികളായ ലോകമാന്യ തിലകിന്റെയും ചന്ദ്രശേഖർ ആസാദിന്റെയും ജന്മവാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ ആവേശം നാടെങ്ങും ജ്വലിപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച നേതാവായിരുന്നു ലോകമാന്യ തിലകെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സ്വാതന്ത്ര്യത്തിനായുള്ള പോരാട്ടത്തിൽ വിലമതിക്കാനാകാത്ത സംഭാവനകൾ നൽകിയ ചന്ദ്രശേഖർ ആസാദിന്റെ ആശയങ്ങൾ യുവതലമുറയ്ക്ക് ഏറെ പ്രചോദനമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 27-ന് രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യും. പരിപാടിയുടെ 124-ാം പതിപ്പാണിത്. പൊതുജനങ്ങൾക്ക് നരേന്ദ്രമോദി ആപ്പിലൂടെയും MyGov ഓപ്പൺ ഫോറത്തിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലും മറ്റന്നാൾ വരെ അഭിപ്രായങ്ങളും ആശയങ്ങളും അറിയിക്കാവുന്നതാണ്. ലോകപ്രശസ്ത നാടകകൃത്തും സംവിധായകനുമായ രത്തൻ തിയാം അന്തരിച്ചു. 77 വയസ്സായിരുന്നു. മണിപ്പൂർ സ്വദേശിയായ അദ്ദേഹം നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ ചെയർപേഴ്സണായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 1987-ൽ സംഗീത നാടക അക്കാദമി അവാർഡും 1989-ൽ പത്മശ്രീയും നൽകി രാജ്യം ആദരിച്ചു. ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരം ഇന്ന് മാഞ്ചസ്റ്ററിൽ ആരംഭിക്കും. ഓൾഡ് ട്രാഫോർഡ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം വൈകുന്നേരം 3:30-നാണ് മത്സരം. 5 മത്സരങ്ങളുള്ള പരമ്പരയിൽ നിലവിൽ ഇംഗ്ലണ്ട് 2-1 മുന്നിലാണ്. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. 8 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ 7 ജില്ലകളിലാണ് മഞ്ഞ ജാഗ്രത. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ മറ്റന്നാൾ വിവിധ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 25 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. നാളെ കർക്കടകവാവ്. പിതൃമോക്ഷം തേടി ആയിരങ്ങൾ നാളെ ബലിതർപ്പണ ചടങ്ങുകളിൽ പങ്കെടുക്കും. സംസ്ഥാനത്തെ പ്രധാന ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. പുലർച്ചെ 2:30 മുതൽ മറ്റന്നാൾ പുലർച്ചെ 12:42 വരെയാണ് ബലിതർപ്പണ ചടങ്ങുകൾ. ജപ്പാനുമായും ഫിലിപ്പീൻസുമായും പുതിയ വ്യാപാര കരാർ പ്രഖ്യാപിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ജാപ്പനീസ് ഉൽപ്പന്നങ്ങൾക്ക് 15% പകര തീരുവ ഏർപ്പെടുത്തുന്നതാണ് കരാർ. ഫിലിപ്പീൻസിന് 19% തീരുവയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അന്താരാഷ്ട്ര തർക്കങ്ങൾ സമാധാനപരമായി പരിഹരിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തണമെന്ന പ്രമേയത്തിന് UN രക്ഷാസമിതിയുടെ അംഗീകാരം. 15-അംഗ സമിതി ഏകകണ്ഠമായാണ് പ്രമേയം പാസാക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ UK മാൽദീവ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. വർഷകാല സമ്മേളനത്തിന്റെ 3ാം ദിവസവും പ്രക്ഷുബ്ധമായി പാർലമെന്റ്. സഭാ നടപടികൾ 2 മണിവരെ നിർത്തിവച്ചു. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന് അന്തിമോപചാരം അർപ്പിച്ച് ജനലക്ഷങ്ങൾ. മൃതദേഹം പുന്നപ്രയിലെ വസതിയിലെത്തിച്ചു. ഇന്ത്യയുടെ പ്രക്ഷേപണ യാത്രയുടെ ദീർഘചരിത്രം ഓർമ്മപ്പെടുത്തി ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം.
പാകിസ്ഥാൻ വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമാതിർത്തിയിൽ പ്രവേശിക്കുന്നതിനുള്ള വിലക്ക് അടുത്ത മാസം 23 വരെ നീട്ടി കേന്ദ്ര സർക്കാർ. ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം മത്സരം ഇന്ന് മാഞ്ചസ്റ്ററിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.